ആ റംബുട്ടാന്റെ വലിപ്പമുള്ള തൈകളും ചെറിയ തൈകളൊക്കെ റംബുട്ടാന്റെ തൈകളാണ്. ഇത് റംബുട്ടാൻ അതൊക്കെ സൈപ്രസ്, അതൊക്കെ അലങ്കാര ചെടികൾ. നമുക്ക് ഇവിടെ ഒന്ന് അലങ്കാര ചെടികളും കിട്ടും കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ചെടികളൊക്കെ എല്ലാം കേന്ദ്രീകരിക്കുന്ന രാജാക്കാടുള്ള നമ്മുടെ നേഴ്സറിയിലാണ്. രാജാക്കാട് നമ്മുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ചെടികൾക്ക് മാത്രമേ സ്പെഷ്യൽ ഒരു നഴ്സറിയാണ്. നമ്മൾ ഇവിടെയൊക്കെ കൂടുതൽ കാർഷിക കൃഷി രാജാക്കാട് നഴ്സറി എവിടെ പോയി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. എന്നാന്ന് വെച്ചാൽ സാറിന്റെ ആ പൂന്തോട്ടമുള്ള ആ ഒരു മേഖലയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്തിട്ട് കേട്ടോ. അവിടെയാണ് പൂന്തോട്ടങ്ങളൊക്കെ അല്ലേ, ചെടിത്തൈകളൊക്കെ അവിടെയാണ്. ഇത് നമ്മുടെ C500 വെറൈറ്റി കുരുമുളപ്പിച്ച തൈകളാണിത്. കൊക്കോടെ കുരുമുളപ്പിച്ച തൈകൾ. ഇത് വലുപ്പമായതിനു ശേഷം ബഡ് ചെയ്തിട്ടാണ് നമ്മൾ ബഡ് തൈ കൊടുക്കുന്നത്. 2 പ്രാവശ്യം കവർ ചേഞ്ച് ചെയ്ത് വലുപ്പമാക്കിയതിന് ശേഷം. അതേ ഒരു മോഡലാണോ ഇത്? അതെ, അതിന്റെ വിത്ത് പാകി കിളിപ്പിച്ചത്. വിത്ത് വാങ്ങുമ്പോൾ നമുക്ക് മാർഫിന്റെ അതേ ക്വാളിറ്റി കിട്ടണമെന്നില്ല. ചിലപ്പോൾ നന്നാകും, ചിലപ്പോൾ അത്രയും ക്വാളിറ്റി കിട്ടണമെന്നില്ല. ഇതിന് റേറ്റ് 20 രൂപയൊക്കെ വരുള്ളൂ. മംഗോ ഒറ്റ മാത്രം നമ്മള്. മംഗോ തൈ എന്ന് പറയുന്നത് ഇത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് കായ്ക്കുകയും ചെയ്യും. എന്നാൽ ഒരുപാട് കട്ടി കിട്ടില്ല, കൈകൊണ്ട് ഞെക്കി പൊട്ടിക്കാവുന്ന രീതിയിലേ ഉള്ളൂ. വളരെ കുരു കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് തൂക്കവും കിട്ടും. അപ്പൊ ഈ 20 രൂപയേ ഉള്ളൂ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൊക്കോ ബഡ് സ്റ്റാർട്ടിങ് വരുന്നുള്ള ഇതെന്നാ സംഭവം? മാംഗോസ്. അതിന്റെ കൃഷി അതുകൊണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം. നമ്മുടെ ഇടുക്കിയിലേക്ക് ശരിക്കും കായ്ക്കുന്ന ഒരു മാംഗോസിന്. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന, ഏറ്റവും നന്നായിട്ട് കായ്ക്കും, നല്ല വൃത്തിയായിട്ട് കായ്ക്കുകയും ചെയ്യും. കാലാവസ്ഥ ഒന്നും ബാധിക്കത്തില്ല അതിന്. അതെല്ലേ? ആ, മാംഗോസിന് ഇപ്പൊ ഫ്രൂട്ട്സ് ഇനത്തിന്റെ നല്ലൊരു ഇതാ. പിന്നെ വിയറ്റ്നാം സൂപ്പർ പ്ലാവ് നമ്മൾ നിലത്ത് വെച്ചിട്ടുണ്ട്. വിയറ്റ്നാം സൂപ്പർ ആർക്ക് വേണ്ടി ഇതിന്റെ ഏറ്റവും മുകളിൽ ചക്ക ഉണ്ടായി. നമ്മളിപ്പോ പറഞ്ഞു തൊട്ടും പറഞ്ഞല്ലേ, ഇതിപ്പോ 1.5 വർഷമേ ഉള്ളൂ വെച്ചിട്ട്. ഇതിന്റെ ഏറ്റവും മുകളിൽ ചക്ക ഉണ്ടായി കിടക്കുന്നു. ഓർണം ഉണ്ടായിട്ടുള്ളത് ഞാൻ കളഞ്ഞിട്ടില്ല, നോക്കിയിട്ട് കൂടുതലുണ്ടായിട്ടില്ല, അതുകൊണ്ട് പിന്നെ കളയുന്നില്ല. ഒരു ചക്ക ഏറ്റവും മുകളിൽ കണ്ട കാണാവോ? പക്ഷെ അത് കുറച്ച് വലുതാകുമ്പോഴത്തേനും എന്തെങ്കിലും അതിപ്പോ താങ്ങുന്നതിലും ഒരു ഒരെണ്ണല്ലേ കാഴ്ചയുള്ളൂ, അതുകൊണ്ട് കളഞ്ഞിട്ടില്ല. പിന്നെ നമുക്കിപ്പോ ചോരക്കാലി, നമ്മുടെ ചോരക്കാലി തൈകളാണ് ഇത്. ഇപ്പൊ നമുക്ക് ഈ ഏലത്തിന് ഷെയ്ഡായിട്ട് ചോരക്കാലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. കൂടുതൽ നല്ല തണുപ്പ് കിട്ടും. പിന്നെ ഇത് വേനൽക്കാലത്ത് പോലെ ഇതിനകത്ത് തുള്ളികളിലായിട്ട് വെള്ളം ചാടുന്ന പറയുന്നത്. ഏലത്തിന് നല്ല കൂളിങ് കിട്ടും. നമ്മുടെ പണ്ടൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലൊക്കെ അല്ലല്ല, നല്ല സ്പീഡിൽ വളർച്ച. ഇത് 2ാം വർഷത്തെ ചെയ്യാം. ഇത് കവറിനകത്തായിട്ട് ഈ വളർച്ച. അത് മണ്ണിലാണെങ്കിൽ നമുക്ക് ഒരു 4 അടി 5 അടി ഹൈറ്റ് ആയി. നമ്മള് സാധാരണ ചോരക്കാലിയേക്കാളും കൂടുതൽ എന്തെങ്കിലും വ്യത്യാസം അല്ല, സാധാ ചോരക്കാല് തന്നെ. ഈ ചോരക്കാലത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വളം വലിക്കത്തില്ല. മറ്റ് പക്കവേര് കുറവാ, മെയിൻ വേരുകളാണ് കൂടുതലാണ്. അപ്പൊ ഏലത്തിന് നല്ല ഒരു തണുപ്പ് കൂളിങ് കാലാവസ്ഥ കൊടുക്കുന്ന ഒരു ചോരക്കാലി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറമ്പുകളിൽ കാട്ടിലൊക്കെ നിൽക്കുന്ന ചോരക്കാലി അല്ല, സെയിം സാധനം തന്നെയാ. അപ്പൊ നമുക്കിത് ഒതുക്കി പ്രൂൺ ചെയ്തൊക്കെ നിർത്തി ഏലത്തിന് ആവശ്യമായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാവുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും. അതെ അതെ അതെ. കുരുമുളക് കരിമുണ്ട തൈകളൊക്കെയാണ്. അതിപ്പോ മുളച്ച് വരുന്നുള്ളൂ. കരിമുണ്ട തൈയൊക്കെ നമുക്കൊരു 40 രൂപ റേഞ്ചൊക്കെ ആവും. നമുക്ക് അതിന്റെ കറക്റ്റ് വില നമുക്ക് ജൂണിലേക്കൊക്കെ ഇടുള്ളൂ. തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തിപ്പിലി കട്ടിങ്സ് വെച്ചിരിക്കുന്നത്. അല്ല, അതല്ല, ഇതിലേക്ക് നമ്മൾ കൊടി ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. തിപ്പിലി ഇതാണ് തിപ്പിലി. ഈ തിപ്പിലിയിലേക്ക് ഇച്ചിരി വലിപ്പമായി വരുമ്പോ നമ്മള് ഗ്രാഫ്റ്റ് ചെയ്യാ ചെയ്യുന്നത്. ആ, കൊക്കോയ്ക്ക് അല്ല, ഇതൊക്കെ പിന്നെ നമ്മുടെ നാടൻ ജാതി അതിന്റെ ചെറിയ തൈകളാണ്. നാടൻ ജാതിക്ക് റേറ്റ് വ്യത്യാസം നാടൻ ജാതിയിലും ബഡ് ചെയ്യുന്നുണ്ട്, ബഡ് ചെയ്ത് കൊടുക്കുന്നത്. കാട്ടിയാതിലും നാടൻ ജാതിയിലും ബഡ് ചെയ്യുന്നുണ്ട്. ഇത് നാടൻ ജാതി സർവ്വസുഗന്ധി ഓൾ സ്പൈസ് എന്ന് പറഞ്ഞ സർവ്വസുഗന്ധി. അതൊന്ന് അത് എത്ര വർഷം? ഇത് സർവ്വസുഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വീട്ടിലൊരു കരിവേപ്പില വില സർവ്വസുഗന്ധി പറഞ്ഞ ആവശ്യം. മസാല ചേർക്കുന്ന കറിക്ക് 2 ഇല ഇട്ട് കഴിഞ്ഞാല് എല്ലാം സർവ്വസുഗന്ധി. സർവ്വതിന്റെ ഏലം, ഗ്രാമ്പൂ, കറുവപ്പട്ട എല്ലാത്തിന്റെ കൂടെ സുഗന്ധം സമ്മേളിച്ചിരിക്കുന്നതാണല്ലേ ഈ സർവ്വസുഗന്ധിയുടെ ഇലയില്. ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഇതിന്റെ വാൽമുളക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്.
അപ്പോൾ ഇതിൻ്റെ സീഡിന് വിലയുണ്ട്. ഇതാണ് സർവ്വസുഗന്ധി. അപ്പോൾ ഇതിൻ്റെ ഒരു പായ്ക്ക് എത്രയായിരിക്കും? ഒരു തൈ 50 രൂപയ്ക്കാവും. 50 രൂപ. ഇപ്പോൾ ഒരു വീട്ടിൽ ഇതെന്തായാലും ഒരെണ്ണം വേണമെന്നാണ് സാർ പറയുന്നത്. നമുക്ക് ഇറച്ചി മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം, ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കറിവേപ്പിലയുടെ തന്നെ ഭയങ്കര എഫക്റ്റീവാണ്. അത് വെള്ളം കുടിക്കാനാണെങ്കിലും എനിക്ക് തോന്നുന്നു തിളപ്പിച്ച് ഉണക്കിയാലേക്ക് കുടിക്കുന്നില്ല. നമ്മുടെ നൗഷാദിയേട്ടനെ നനച്ചു കേട്ടോ. സാർ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടല്ലേ കൃഷിയിൽ എന്തായാലും ഈ സസ്യത്തിന് വെള്ളം നനയ്ക്കുമ്പോൾ മുഖത്തൊരു സന്തോഷമാണ് ഭയങ്കര. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ഇച്ചിരിയുടെ വൈകുന്നേരമായിട്ട് നനച്ചാൽ പോരെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ദാഹിക്കുമ്പോഴല്ലേ വെള്ളം കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ചെടികൾക്ക് ഇപ്പോൾ ആവശ്യമാണെന്ന് തോന്നുന്നു. അതാണ് കുഴപ്പമില്ല. അപ്പോൾ ഇത് എന്താ സാർ ഇതെന്താണ്? ഇത് രാമച്ച. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. രാമച്ച ഔഷധച്ചെടിയാണ്. ഇതിന്റെ വേര് നമുക്കറിയാലോ. ഈ ബെഡ് ഇതിന്റെ ഈ വേര് ഉപയോഗിച്ച് ബെഡ് ഉണ്ടാക്കിയാലൊക്കെ നടുവിന കാര്യങ്ങളൊക്കെ മേൽവേനയൊക്കെ കുറയുന്നുള്ളതൊക്കെ വരും. ബെഡ് കാര്യങ്ങളൊക്കെ അല്ലേ രാമച്ചൻ? ആ ബെഡിന് മാത്രമല്ല, ഇതിന് ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. രാമച്ചൻ സംഭവം എന്നാന്ന് ഇപ്പോഴും ആദ്യമായിട്ട് ഞാൻ കാണും കേട്ടോ. ഞാനും കണ്ടിട്ട് രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ ശോഭ എന്നൊക്കെ പരസ്യങ്ങളില്ലേ പണ്ടൊക്കെ, ആ സാധനം വേനലാക്കാൻ ഉപയോഗിക്കുക രാമച്ചൻ. അതിന്റെ പേര് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് വേര്. അത് ആ രാമച്ചന്റെ പേര് കിട്ടും. അതിനെ ആ വേര്. പിന്നെ ഇത് മണ്ണിടിച്ചിലിന് ഏറ്റവും സൂപ്പറാ. ഇതിങ്ങ് വെച്ച് വിട്ട് കഴിഞ്ഞാൽ വേര് ആഴത്തിലിറങ്ങും. അപ്പം മൺതിട്ടകളൊക്കെ പിടിച്ച് നിൽക്കാന്നല്ല. അപ്പോൾ ഈ 2012 വലിയ ഫ്ലഡൊക്കെ ഉണ്ടായപ്പോൾ അതിനുശേഷം രാമത്തിന് ഭയങ്കര സെയിലായിരുന്നു. മണ്ണിടിച്ചിലിനെ പ്രതിരോധിക്കുന്നുള്ളതാണ് ഇതിന്റെ വേര്. ആഴത്തിലിറങ്ങിപ്പോയി മണ്ണിനെ പിടിച്ചു നിർത്തും, മണ്ണൊലിപ്പ് തടയും, അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണമുണ്ട്. അത് 50 രൂപ. അപ്പോൾ ഇത് മണ്ണ് നമ്മുടെ ഒലിക്കും, മഴ വരുമ്പോൾ മണ്ണൊലിച്ച് പോകുന്നുള്ള ആ ഒരു ഇതൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇത് വന്ന് ഈ നഴ്സറിയിൽ നിന്ന് ഒന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ മതി കേട്ടോ. നമ്മൾ കാണിച്ചിടത്തൊന്നും ഈ രാമച്ചം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ രാമച്ചം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ പറഞ്ഞ ഞാൻ മറ്റേ എൻ്റെ പേരെന്നാണ് ഇപ്പം മറ്റേ ഞാൻ കയറി വന്നത് അത് കണ്ടുകൊണ്ടാണല്ലോ. നമ്മുടെ മലവേപ്പ്, വേപ്പ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ആ ചേട്ടൻ ബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ നേഴ്സിലെ സജീവേട്ടനാണ്. നമ്മള് 10-15 വർഷമായിട്ട് നമ്മുടെ നേഴ്സിൽ ബഡ് ചെയ്തിരിക്കുന്ന സജീവേട്ടന് ചേട്ടൻ ബഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയും. ചേട്ടാ ഇത് എത്ര വർഷം? ഇപ്പം സാറ് പറഞ്ഞു 10-15 വർഷമായിട്ട് ഈ ബഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചത്. നല്ല മുകളം എടുത്താണ് ചെയ്യുന്നത്. നമ്മൾ ഇതൊരു കൊക്കോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 400 വരെ പരിപ്പ് കിട്ടുന്ന കൊക്കോയാണിത്. ഒരു കായാണ്. ഇത് 20 ദിവസം കഴിയുമ്പോൾ പിടിച്ചില്ലെന്നറിയാം. 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് കഴിക്കാമല്ലേ? കഴിച്ചുകൂടാ. അപ്പോൾ കിളുത്ത് ചെറുതായിട്ട് വരും. കിളുക്കില്ല. ഇത് കിളുക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് കട്ട് ചെയ്താലാണ് മുളയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് വളച്ചിങ്ങനെ പൊടിച്ച് വയ്ക്കും.